إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവെ ഏറെ സൂക്ഷിച്ചു അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചും തഖ്വ ഉള്ളവരായി ജീവിക്കണമെന്നാദ്യം സ്വന്തത്തോടും പിന്നെ നിങ്ങളെ എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മയൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് എളുപ്പം തീർന്നു പോകുന്ന ഒരു ജീവിതമാണുള്ളത്. ജീവിതം മാത്രമല്ല, ഇവിടെയുള്ള വിഭവങ്ങളും ഇവിടെയുള്ള സുഖങ്ങളുമൊക്കെ അങ്ങനെ തന്നെയാണ്. വളരെ നൈമിഷികമാണ്, ക്ഷണഭംഗുരങ്ങളാണ്. ഈ ഒരു യാഥാർത്ഥ്യം അല്ലാഹു ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിക്കുന്ന അന്ന് തന്നെ പറഞ്ഞു വെച്ചതാണ്. ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അല്ലാഹു പറഞ്ഞത് വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. നിങ്ങൾക്ക് അവിടെ ജീവിക്കാം, അതിനുള്ള വാസസ്ഥലമുണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിക്കാം, അതും അവിടെയുണ്ട്. പക്ഷേ ഇലാ ഹീൻ, അതൊക്കെ ഒരു കുറഞ്ഞ സമയത്തേക്ക്, ഒരു നിശ്ചയ സമയത്തേക്ക് മാത്രമായിരിക്കും എന്ന് അല്ലാഹു അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തീരുമാനിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ബന്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. ആർക്കും അറിയില്ല എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസാനം സംഭവിക്കുക എന്ന്. എന്നാലും
ഈ ഐഹിക ജീവിതത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണ് നമ്മൊക്കെ, വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നാമൊക്കെ. അത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് ഇപ്പോൾ ആലോചിക്കാൻ നാം ശ്രമിക്കുന്നത്. ഞാനിവിടെ ഓതി വെച്ചത് തുടക്കത്തിൽ നാമൊക്കെ ഇന്ന് പ്രഭാതത്തിൽ ഓതിയ സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ ആയത്താണ്. ഐഹിക ജീവിതത്തിന്റെ ഉപമ എങ്ങനെയെന്ന് അള്ളാഹു കൃത്യമായി പറഞ്ഞ ഒരു ആയത്താണിത്. അള്ളാഹു പറയുന്നത്, വളരിബ് ലഹും, നബിയെ നിങ്ങൾ അവർക്ക്, നിഷേധികൾക്ക് വിവരിച്ചു കൊടുക്കണം, മസറൽ ഹയാത്തി ദുന്യ, ഐഹിക ജീവിതത്തിന്റെ ഉപമ എങ്ങനെയാണ് ഈ ലോകത്തെ ജീവിതം എന്ന്. അതെങ്ങനെയാ? കമാഇൻ, അത് വെള്ളം പോലെയാണ്. അൻസൽനാഹു മിനസ് സമാഇ, ആകാശത്ത് നിന്ന് ആ വെള്ളത്തെ നാം ഇറക്കി. ഫഖ്തലത ബിഹി, എന്നിട്ട് ആ വെള്ളം മുഖേന ഇട കലർന്ന് വളർന്നു നബാത്തുൽ അർള്, ഭൂമിയിലെ സസ്യങ്ങളൊക്കെയും, സസ്യലതാദികൾ, ചെടികളൊക്കെ വളരെ നന്നായി ആ വെള്ളം മുഖേന ഇടകലർന്ന് അങ്ങനെ വളർന്ന് വസന്തമായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫഅസ്ബഹ, വളരെ പെട്ടെന്ന് അവ ആയിത്തീരുകയാണ് ഹശീമൻ, ഉണങ്ങിയ തുരുമ്പുകളായി. വളർന്ന് പന്തലിച്ച് പച്ചപ്പിൽ നിന്നിരുന്ന ആ മരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഉണങ്ങിയ തുരുമ്പുകളായി. തദറൂഹ റിയാഹ്, കാറ്റുകൾക്ക് പറത്തിക്കളയാവുന്ന വിധത്തിലായി തീരുകയാണ്. ഇത്രയേ ഉള്ളൂ എന്നർത്ഥം. ഒരു നിമിഷം കൊണ്ട് തുരുമ്പുകളായി പാറിപ്പോകാൻ മാത്രമേ ഈ ജീവിതം നമുക്കുള്ളൂ. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, എല്ലാവരും അറിയേണ്ടത് എല്ലാ കാര്യത്തിനും ഏറെ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ് എന്നാണ്. ഇതാണ് നമ്മുടെ ജീവിതം. നമുക്ക് ജീവിതം നൽകിയ അല്ലാഹു തന്നെയാണ് നമുക്ക് മരണവും നൽകുന്നത്. ഉയർച്ച തരുന്ന അല്ലാഹു തന്നെയാണ് നമുക്ക് തകർച്ചയും തരുന്നത്. അല്ലാഹുവിന്റെ നിയമം അനുസരിച്ച് തന്നെയാണ് ഇവിടെ വസന്തവും വരൾച്ചയും ഉണ്ടാകുന്നത്. നമുക്ക് ആർക്കെങ്കിലും വല്ല സമൃദ്ധിയും സന്തോഷവും സുഖവും ലഭിക്കുന്നുവെങ്കിൽ അത് ശാശ്വതമാണ് എന്ന് കരുതി അഭിമാനിക്കാനും അഹങ്കരിക്കാനുമുള്ള വകുപ്പ് ഒരാൾക്കുമില്ല. എന്തുകൊണ്ടെന്നാൽ അതൊക്കെ വളരെ പെട്ടെന്ന് പോകേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു ഈ ഐഹിക ജീവിതത്തിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും നൽകിയിട്ടില്ല എന്ന്. വളരെ നിസ്സാരമായ ഒരു പ്രാണിയാണല്ലോ അത്. അതിന്റെ ചിറകിന്റെ വില പോലും അല്ലാഹു ഈ ഐഹിക ജീവിതത്തിന് ഹയാത്തു ദുന്യക്ക് നൽകിയിട്ടില്ല. അല്ലാഹു തആല അങ്ങനെ നൽകിയിരുന്നെങ്കിൽ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ, ഒരു ധിക്കാരിക്കും അല്ലാഹു ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ നൽകില്ലായിരുന്നു. പക്ഷെ അല്ലാഹ് അത്ര വിലയിൽ, വലുപ്പത്തിൽ, ഗാംഭീര്യത്തിൽ ഈ ഐഹിക ജീവിതത്തെ എടുത്തില്ല എന്നതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്ന് കരുതി ഈ ജീവിതത്തെ നമ്മൾ അവഗണിക്കേണ്ടതുണ്ടോ? ഇല്ല. നാളെ ആഖിറത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായ മോക്ഷം, അവിടെ നമുക്ക് വേണ്ടുന്ന വിജയം, അത് നേടാൻ കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന ഒരു ഭൂമിയാണിത്. സമയത്തെ നമ്മൾ ഒട്ടും നഷ്ടപ്പെടുത്താൻ പാടില്ല. എത്ര ജീവിക്കുന്നു എന്നല്ല, ജീവിക്കുന്ന അത്രയും സന്ദർഭത്തെ, സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നതാണ് പ്രധാനം. സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മൻ ലഇബ ബി ഉംരിഹി, നിങ്ങൾ സമയം കൊണ്ട് കളിക്കരുത്. പ്രായം കൊണ്ട് കളിക്കുന്നവൻ അയ്യാമ ഹർഫിഹി, അവൻ നഷ്ടപ്പെടുത്തുന്നത് വിതക്കുന്ന നാളിനെയാണ്.
ആരെങ്കിലും വിതക്കുന്ന നാളിനെ നഷ്ടപ്പെടുത്തുന്നവൻ ആരോ നദിമ അയ്യാമ ഹസ്വാദിഹി, കൊയ്യുന്ന നാളിൽ അവൻ ഖേദിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. കൊയ്യുന്ന ദിനത്തിൽ ഖേദിക്കേണ്ടി വരും, ആഹാരത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരും, അവിടെ സങ്കടപ്പെടേണ്ടി വരും. നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ സമയത്തിനൊരു വിലയും നൽകുന്നില്ല. നമ്മുടെ ദൗത്യത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഒരുപാട് ആളുകൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി, വില കുറഞ്ഞ വിനോദങ്ങൾക്ക് വേണ്ടി സമയത്തെ നഷ്ടപ്പെടുത്തുകയാണ്. പത്രങ്ങൾ പോട്ടെ, ദൃശ്യശ്രവണ മാധ്യമങ്ങൾ നമ്മുടെ സമയത്തെ കവർന്നെടുക്കുകയാണ്. ഇന്നിപ്പോ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി ഈ കാലത്ത് നമ്മുടെ സമയം കൊണ്ടുവന്ന വലിയൊരു സങ്കീർണതയായി, വലിയൊരു വിഷയമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെ സമയത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താമെന്ന. ഇതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നാം ജീവിക്കുമ്പോൾ അത് എത്രത്തോളം, എത്ര അളവിൽ, എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന കൃത്യമായ ആസൂത്രമാണ് ഉണ്ടാകേണ്ടത്. കൃത്യമായ പ്ലാനിംഗ് ആണ് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ വിരൽ കടിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ അറിയണം, ദുനിയാവ് നമ്മോട് വിട പറഞ്ഞു പോവുകയാണ്. നാം ആഖിറം കൊള്ളത്തിനേനെ അനുനിമിഷം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അറിയണം, ഈ ദുനിയാവിനുമുണ്ട് ആഖിറത്തിനുമുണ്ട് മക്കൾ. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, ജീവിക്കുന്ന കാലം അത്രയും നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായി ജീവിക്കാൻ പരിശ്രമിക്കണം. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ ഐഹിക ജീവിതത്തിന്റെ മക്കളായി ജീവിക്കാൻ അധ്വാനിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഫഇന്നൽ യൗം അമൽ, ഇന്നാണ് കർമ്മദിനം, ഇന്നാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ളത്. വല ഹിസാബ്, എന്ന് കർമ്മത്തിന്റെ വിചാരണയില്ല, അധ്വാനത്തിന്റെ ദിനമാണ്. കഴിഞ്ഞത് അത് പോയി കഴിഞ്ഞു, വരാനുള്ളത് അവിടെ നമ്മൾ എത്തിക്കൊള്ളണമെന്നില്ല. ഇന്നാണ് കർമ്മത്തിന്റെ ദിനം. വാദൻ ഹിസാബ്, നാളെയാണ് വിചാരണ. വല അമൽ, അവിടെ പ്രവൃത്തിയില്ല, കർമ്മമില്ല. അറിയണം, നാമൊക്കെ പള്ളിപ്പറമ്പിൽ പോകാറുണ്ട്. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് സലാം ചെല്ലാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഉറ്റവർക്ക് വേണ്ടി, ഉടയവർക്ക് വേണ്ടിയൊക്കെ. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം, ഇവർക്കൊന്നും കർമ്മം ചെയ്ത് രക്ഷപ്പെടാൻ സാധിക്കില്ലല്ലോ എന്ന ചിന്തയാണ്. അതിന് തീരുന്നു. എത്രത്തോളം കർമ്മങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും, അതാണ് ഏറ്റവും പ്രധാനം. പ്രവർത്തനങ്ങൾ നല്ലതാക്കുക, ആ ചിന്തയിൽ മുഴുകിയിരിക്കുക. നിങ്ങൾ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു പ്രഭാത മജ്‌ലിസിൽ സുബ്ഹി നമസ്കരിച്ചിട്ടേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളോടായി ചോദിക്കുക, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഹിമ, ഇന്നാരാ നോമ്പ് നോറ്റു വന്നത്? ആളുകൾ പരസ്പരം നോക്കുകയാണ്. ഒരേ ഒരാൾ പറയുന്നു, അന, ഞാൻ, എനിക്ക് നോമ്പാണ്. അടുത്ത ചോദ്യം, നിങ്ങളിൽ ആരാണ് ഇന്നൊരു ജനാസയെ അനുഗമിച്ചത്? ആരും ഉത്തരം പറയുന്നില്ല. ഒരാൾ പറയുന്നു, അന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആരാണിന്ന് അഗതിക്കന്നം നൽകിയത്? പാവപ്പെട്ടവന്റെ ഭക്ഷണം കൊടുത്തത് ആരാ? അദ്ദേഹം തന്നെ. അന. നിങ്ങളിൽ ആരാണെന്നൊരു രോഗിയെ സന്ദർശിച്ചത്? ഞാൻ തന്നെ. നോക്കൂ, ഒരു പ്രഭാതത്തിലാണത്. ജീവിതത്തിൽ എത്രത്തോളം നന്മ ചെയ്യണമെന്ന ചിന്ത, പരമാവധി നേരത്തെയാവണമെന്ന ചിന്ത, സമയത്തെ നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന ചിന്ത. ഒരു പ്രഭാത നമസ്കാരത്തിന് മുമ്പ് ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത് പള്ളിയിലെത്താൻ കഴിഞ്ഞ ഒരു മഹാനുഭാവൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ മറുപടി കേട്ടപ്പോഴാ, മജ്തമഅന ഫീ ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറയാ,
ഇത്രയും നന്മകൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ പിന്നെ സ്വർഗം അയാൾക്കല്ലാതെ മറ്റാർക്കാണ്? മാഷാ അല്ലാഹ്, സ്വർഗം പിന്നെ മറ്റാർക്കാണ്? ഇതായിരിക്കണം നമ്മുടെ ചിന്ത. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദുഃഖത്തെക്കുറിച്ച് നമുക്ക് ഹദീസിൽ കാണാം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം വലിയ കർമ്മങ്ങളില്ലാതെ, കൂടുതൽ കർമ്മങ്ങളില്ലാതെ സൂര്യൻ അസ്തമിച്ചു പോകുന്നു എന്നതാണ്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് സജീവമായ ചിന്തയും ശ്രദ്ധയുമുള്ളവരായിരിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 5 കാര്യങ്ങൾ വന്നെത്തും മുമ്പ് 5 കാര്യങ്ങൾ വന്നെത്തും മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്ന് ശബാബക ഖബല ഹറമിക, വാർദ്ധക്യത്തിന് മുമ്പുള്ള നിങ്ങളുടെ യുവത്വമാണ്. 2 രോഗത്തിന് മുമ്പുള്ള നിങ്ങളുടെ ആരോഗ്യമാണ്. 3 ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിങ്ങളുടെ ധന്യതയാണ്, സമ്പന്ന അവസ്ഥയാണ്. 4-മത്തത് തിരക്കിന്റെ മുമ്പുള്ള ഈ അവസ്ഥയാണ്, വിശ്രമവേളയാണ്. അവസാനത്തത് മരണത്തിന് മുമ്പുള്ള ജീവിതം. ഇന്നലെ മലപ്പുറത്ത് പാലക്കാട് സ്കൂള് വിട്ട് വന്ന ആ 6 വയസ്സുകാരി ഹിബ മോള്, ആ കുഞ്ഞ് വീടണഞ്ഞിട്ടില്ല. എത്ര പ്രതീക്ഷയോടെ ആ കുഞ്ഞിനെ സ്കൂളിലേക്ക് ബാഗും ഭക്ഷണം ബുക്കും ഒക്കെ കൊടുത്ത രക്ഷിതാക്കളായ എത്ര പ്രതീക്ഷയോടെ ആ കുഞ്ഞിനെ കാത്തിരിക്കുന്നത് അല്ലേ? വന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി റോഡ് മുറിച്ചു കിടക്കുമ്പോൾ അതേ ബസ് തട്ടി മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന കുഞ്ഞ് നോക്കൂ. ഇത്രയേ ഉള്ളൂ. നിപ്പ മൂലം മരണപ്പെട്ട പ്രിയപ്പെട്ട സഹോദരൻ കുഞ്ഞി, എന്ത് വലിയ മോഹങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ആ കുട്ടിക്കുണ്ടായിരുന്നത്. കളിക്കളത്തിൽ നമ്മ കുഞ്ഞിനെ കണ്ടു. ഫുട്ബോളിനോടുള്ള അവന്റെ ഒരു ഇഷ്ടം, താല്പര്യം മനോഹരമായി അതവൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു നിമിഷം, അത്രയേ ഉള്ളൂ. വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന തോട്ടങ്ങൾ തുരുമ്പുകളായി പാറിപ്പോകും വിധത്തിൽ അല്ലാഹുവിന്റെ ഉപമ എത്ര മനോഹരമാണ്. അർജുന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ആ ചെറുപ്പക്കാരന്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയിൽ കൃത്യമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല എന്നാ പറയുന്നത്. കുടുംബത്തിന് വേണ്ടി കിട്ടുന്ന നാണയത്തുട്ടുകൾ, കുടുംബത്തിന് വേണ്ടി, ഒരു വീടിന് വേണ്ടി അദ്ദേഹം ഒരുക്കി വെക്കുക. വലിയ ഉരുൾപൊട്ടൽ, വെള്ളവും മണ്ണും പാറക്കല്ലുകളും ഒന്നിച്ചൊലിച്ച് വന്ന അദ്ദേഹവും ലോറിയുമൊക്കെ ആ പുഴയിലേക്ക് ഒഴുകിപ്പോയപ്പോ നിങ്ങൾ നോക്കൂ, ഇന്ന് 11-ാമത്തെ ദിവസമാണ്. എന്തെല്ലാം സംവിധാനങ്ങൾ, എന്തൊക്കെ ഉപകരണങ്ങൾ അല്ലേ? ഐബോർഡ്, ഡ്രോൺ വരെ. ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏരിയൽ സെർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐബോർഡ് ഡ്രോൺ, അതെന്തിനു വേണ്ടിയ? ചെങ്കുത്തായ മലകൾക്കകത്തകപ്പെട്ടു പോകുന്നവരെ കണ്ടെത്താൻ, ഭൂമി കുലുക്കത്തിന് ശേഷം അടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ, മഞ്ഞുപാളികളിൽ അകപ്പെട്ടു പോകുന്നവരെ കണ്ടെത്താൻ, സമുദ്രത്തിൽ വെള്ളത്തിനടിയിൽ അകപ്പെട്ടു പോകുന്നവരെ കണ്ടെത്താൻ, അവർക്ക് ജീവിതം തുടിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ. നിരാശ. എന്തെങ്കിലും പ്രയോജനം? നേവിയുണ്ട്, സാങ്കേതിക വിദഗ്ധരുണ്ട്, അത്യന്താധുനിക ഉപകരണങ്ങളുണ്ട്. നിങ്ങൾ നോക്കണം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയുടെ അടിഭാഗത്തെ ക്ഷേത്രാവശിഷ്ടങ്ങൾ നിഷ്പ്രയാസം കണ്ടുപിടിക്കുന്ന കാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്ഷേത്രാവശിഷ്ടമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ആ ഒരു കാലത്ത് സർവസന്നാഹങ്ങളും പരാജയപ്പെട്ട് ആ കാലാവസ്ഥ പോലും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഗംഗാവരിയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ എന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എത്ര ദിവസമായി നദിയിലെ അടിയൊഴുക്ക് എന്താണ്? ഡ്രോൺ പോലും പിൻവലിച്ച് രക്ഷാ ദൗത്യം മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ എല്ലാ കഴിവുകൾക്കും ഒരു പരിധിയുണ്ട്. അവന്റെ സാങ്കേതിക വിദ്യക്ക്, അവന്റെ ശാസ്ത്രത്തിന്, അവൻ ഒരുക്കുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്കൊക്കെ അത് പരിധിയുണ്ട്.
വല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിർ. നിങ്ങൾ അറിയണം, അള്ളാഹുവാണ് ഏറ്റവും കഴിവുള്ളത്. ഇതാർക്കും എപ്പോഴും എവിടെയും സംഭവിക്കാം. നാമൊക്കെ എങ്ങനെ സുരക്ഷിതമായി വീട്ടിൽ കിടന്നുറങ്ങുന്നു എന്നാണ്. അൽഹംദുലില്ലാഹ്. നാടൊന്നക്ക് മുറവിളി കൂട്ടിയപ്പോൾ അർജുനെ മാത്രം ലോകം പറഞ്ഞു. പക്ഷേ നമ്മൾ അറിയണം, വഴിയാത്രക്കാർക്ക് രുചിയുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തു ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും 2 മക്കളും അവരുടെ അമ്മയും, അവരൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. 10ഓളം ജീവനെ. ഇതൊരു സങ്കടമാണ്. ഇത്രയേ ഉള്ളൂ. ഇതിലൊക്കെ പാഠമുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ റബ്ബിനെ ഏൽപ്പിക്കുക. വലാ തക്കിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, ഒരു ഇമ വെട്ടുന്ന അത്രയും സമയം എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല. എനിക്കെന്ത് കഴിവാ, എന്ത് ശക്തിയാ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ജീവിക്കാൻ, തവക്കുലോടെ ജീവിക്കാൻ, നൈമിഷികമാണ് ഈ ജീവിതം എന്ന് ചിന്തിക്കാൻ, ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മൾ പണിപ്പെടുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവെ ഏറെ സൂക്ഷിച്ച് ഭയപ്പെട്ട് സമയത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തി അനാവശ്യങ്ങളിൽ മുഴുകാതെ നന്മകൾ പ്രവർത്തിച്ച് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള ശ്രമവും ചിന്തയും ഉണ്ടാകണമെന്ന് സ്വന്തത്തെയും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം നമ്മുടെ ജീവിതം. തഖ്വ അതേറ്റവും പ്രധാനമായി നമ്മിലുണ്ടാകണം. അത് മാത്രമാണ് മഹ്ശറിലെ ഭയാനതകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുക എന്നുകൂടി നമ്മൾ അറിയുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. നമ്മുടെ ഈ പരിസരത്ത് കഴിഞ്ഞ ദിവസങ്ങളായി 3ഓളം മരണങ്ങൾ. ഒന്ന് നമ്മുടെ കേളോത്ത് അഷ്റഫ് മാസ്റ്ററുടെ ഉമ്മ ബീവി അല്ലാഹുവിലേക്ക് യാത്രയായി. അതുപോലെ കേളോത്ത് മൊയ്ത് മാസ്റ്റർ, അതുപോലെ മലാറക്കലിൽ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫിൻ്റെ പിതൃ സഹോദരി, ഇവരൊക്കെ അള്ളാഹുവിലേക്ക് യാത്രയായി. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ, അവരെയൊക്കെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അവിടെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണമേ അല്ലാഹ്. അവിടെ ആഖിറം ഖബർ നീ വെളിച്ചവും വിശാലതയും ഉള്ളതാക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഒക്കെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ അല്ലാഹ്. കൂട്ടത്തിൽ ടി അബൂബക്കർ നന്മണ്ട, നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ പേരമകൻ 1 വർഷമായി ലുക്കേമിയ ബാധിച്ച് തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. 1 വർഷമായി. ഇപ്പോൾ ചികിത്സ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് മജ്ജ മാറ്റിവെക്കലാണ്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനാണത്. സങ്കീർണമായ ഒന്നാണത്. അതിന് മജ്ജ നൽകാൻ ആ കുഞ്ഞിൻ്റെ മൂത്ത സഹോദരൻ തയ്യാറായിട്ടുണ്ട്. ഈ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞാലും 6 മാസത്തോളം ഈ 2 കുട്ടികളും ഡോക്ടർമാരുടെ അങ്ങേയറ്റത്തെ നിരീക്ഷണത്തിൽ കഴിയേണ്ടുന്ന ഒരു കേസാണ് ഇത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോടൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ കുഞ്ഞിനെ ബാധിച്ച രോഗം പൂർണ്ണമായി നിശിഫിയാക്കണമേ റഹ്മാനെ. ഈ ബോൺ മാരോ, ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നീ കൂടുതൽ വിജയപ്രദവും ഫലപ്രദവുമാക്കണമേ റഹ്മാനെ. അതിനുശേഷവും ആ 2 കുട്ടികൾക്കും പൂർണ്ണ ആരോഗ്യത്തോടെ, നല്ല ആഫിയത്തോടെ കൂടുതൽ കാലം ജീവിക്കാനുള്ള മഹാഭാഗ്യം തൗഫീഖ് നീ നൽകണമേ റഹ്മാനെ. കൂട്ടത്തിൽ നമ്മുടെ ഒരു സഹോദരൻ്റെ കുഞ്ഞ് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICUവിലാണ്.
ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ മോൾക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ. ആഫിയത്തോടെ ജീവിതത്തിലേക്ക് ആ കുഞ്ഞിൻ്റെ ഒരു തിരിച്ചുവരവ് നീ നൽകണമേ റഹ്മാനെ. നമ്മിൽ പലരും രോഗികളാണ്. നാമുമായി ബന്ധപ്പെട്ട പലരും പലവിധ രോഗങ്ങൾ, പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു. എല്ലാവർക്കും നീ ശിഫ നൽകണമേ റഹ്മാനെ. ക്യാൻസർ പോലെയുള്ള മഹാവ്യാധികളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും, മക്കളെയും കുടുംബത്തെയും സർവരെയും നീ കാത്ത് രക്ഷിക്കണമേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഗസയുടെ നിലവിളി ഒരിക്കലും നാം മറന്നു പോകരുത്. ആ മക്കൾക്ക് നീ സമാധാനം, സുരക്ഷിതത്വം, സന്തോഷം നൽകണമേ റഹ്മാനെ. ശിഫ നൽകണമേ അല്ലാഹ്. പീഡിക്കപ്പെടുന്ന ഈ സമുദായത്തിന് എവിടെയും ഈ താങ്ങും തണലുമാകണമേ റഹ്മാനെ. അല്പമൊക്കെ നമ്മെ ഭീതിയിലാക്കി നിപ്പയുടെ വീണ്ടുമുള്ള വരണം. അൽഹംദുലില്ലാ, ഇപ്പോൾ റിസൾട്ടുകളൊക്കെ നെഗറ്റീവാകുന്നു എന്ന സമാധാനമുണ്ടെന്നാലും അതുപോലെയുള്ള മാരക വിപത്തിൽ നിന്ന് ഞങ്ങളെ സർവരെയും നാട്ടിനെയും നീ കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر المسلمين في فلسطين. اللهم اصلح على إخواننا في فلسطين. اللهم كن لهم ظهيرا ومعينا يا أرحم الراحمين. وصلى الله على محمد وآله وصحبه وسلم.